സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലാതാവോ? സാധാരണ നമ്മൾ കാണാറുണ്ട്, ഈ സോപ്പ് തേച്ചാൽ നിങ്ങളൊക്കെ വെളുക്കുമെന്ന് പറഞ്ഞിട്ട് സിനിമാ താരങ്ങൾ പരസ്യത്തിൽ വരും. എന്നിട്ട് ആ സോപ്പ് തേച്ച് വല്ലവരും വെളുക്കാറുണ്ടോ? ഇതുപോലെയാണ് ഇന്ന് കേരള സർക്കാർ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ പ്രഖ്യാപനം നടത്തി ഇവിടെ ദാരിദ്ര്യമില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അതിദാരിദ്ര്യമുക്തമായി കേരളം മാറി എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം. കേരള പിറവിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ നുണബോംബാണ് അത്. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ വരുന്ന ഒരു പഞ്ചായത്തിലും ഒരു അതിദരിദ്രനെ നിങ്ങൾ കണ്ടുമുട്ടും, ഡെഫിനറ്റാണ്. ഇപ്പോൾ ചൈന വരെ പ്രകീർത്തിച്ചു എന്നാണ് പറയുന്നത്. ചൈനയെ പോലും നടക്കാത്ത കാര്യമാണല്ലോ അത്, ശരിയാണ്. അപ്പോൾ ചൈന വരെ അത്ഭുതപ്പെട്ടു പിണറായി വിജയൻ്റെ ഈ ഒരു സംഗതി കണ്ടിട്ട്. ഇവിടെ അതിദരിദ്രരായിട്ടുള്ള 6 ലക്ഷം ആളുകളുണ്ട് എന്ന്, 5,90,000 ആളുകളുണ്ട് എന്ന് മന്ത്രിയാണ് ഒരു കൊല്ലം മുന്നേ ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുള്ള നിയമസഭയിൽ പറഞ്ഞത്. ആ 5,90,000 ആളുകൾ എങ്ങനെയാണ് ഒരു കൊല്ലം കൊണ്ട് 60,000 ആയിട്ട് ചുരുങ്ങിയത്? ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിദരിദ്രരുടെ വീടുകൾ കാണൂലായിരുന്നു ഇവിടെ. ഈ 200 രൂപയിൽ താഴെ വരുമാനമുള്ളവരവിടെ കാണാൻ പാടില്ലായിരുന്നു. എത്രയോ വീടുകൾ 200 രൂപ പോലും ദിവസക്കൂലിക്ക് അല്ലെ ദിവസ വരുമാനമില്ലാത്തവർ ഇതാ ഈ ചുറ്റുപാടുമുണ്ട്. ഈ പത്രസമ്മേളനം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പത്രസമ്മേളനമാണ്. സാധാരണ നമ്മളൊരു പത്രസമ്മേളനം നടത്തുന്നത് ഒന്നുകിൽ MLA ഓഫീസിലോ പ്രസ് ക്ലബിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ വെച്ചാണ് കൂടുതൽ നടത്താറുള്ളത്. പക്ഷേ ഈ പത്രസമ്മേളനം നമ്മൾ നടത്തുന്നത് CPM ഭരിക്കുന്ന താഴേക്കോട് പഞ്ചായത്ത്, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ താഴേക്കോട് പഞ്ചായത്തിലെ കുന്നുമ്മൽ സദ്ഗ്രാമത്തിൽ വെച്ചാണ്. സദ്ഗ്രാമം എന്ന് പറയുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ കോളനി എന്ന പേര് നേരത്തെ തന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുകയും ഇനി SC ഫാമിലികൾ താമസിക്കുന്ന സ്ഥലത്തെ ഒരിക്കലും കോളനികൾ എന്ന പേരിൽ വിളിക്കാൻ പാടില്ല എന്ന് നേരത്തെ തീരുമാനിക്കുകയും ചെയ്തൊരു നിയോജക മണ്ഡലമാണ്. ഈ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ പരമദരിദ്രരായിട്ടുള്ള SC കുടുംബങ്ങൾക്കിടയിൽ അവർ താമസിക്കുന്ന സദ്ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ നടത്തിയ സഞ്ചാരങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ തിരിച്ചറിവുണ്ട്. ആ വേദനാജനകമായ അനുഭവങ്ങൾ ഇന്നത്തെ കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അതിദാരിദ്ര്യമുക്തമായി കേരളം മാറി എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം. കേരള പിറവിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ നുണബോംബാണ് അതെന്ന് മാധ്യമങ്ങളെ കൂടി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും ദയനീയമായ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ PG വിദ്യാർത്ഥികളെ ഞങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലേക്ക് കൊണ്ടുവരേണ്ടായി. ഒരു NGO ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് സദ്ഗ്രാമത്തിന് വേണ്ടി 2871 വീടുകളിൽ കുട്ടികൾ സർവേ നടത്തി. ഒരു മാസം അവരിവിടെ താമസിച്ച് എല്ലാ വീടുകളും കയറിയിറങ്ങി വളരെ വിശദമായ ഒരു സാമൂഹ്യ സർവേ നടത്തുകയുണ്ടായി. വളരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. നമ്മൾ അതിദാരിദ്ര്യം നാടു നീങ്ങി എന്ന് പറയുന്നതിൻ്റെ 4 മാനദണ്ഡങ്ങൾ. ഒന്ന്, താമസയോഗ്യമായ വീടാണ്, അതിവിടെ ഇല്ല. പലർക്കും സാനിറ്ററി സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. കുടുംബത്തിന് 200 രൂപ ശരാശരി വരുമാനമുള്ള കുടുംബങ്ങൾ എല്ലാവരും എത്തിയിട്ടില്ല. ഒരുപാട് കുടുംബങ്ങൾ ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങളിൽ ജീവിക്കുകയാണ്. ശുദ്ധജലം പോലും അവർക്ക് ലഭ്യമാകുന്നില്ല. നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ 4 കാര്യങ്ങൾ, ഒന്ന് ടോയ്ലറ്റ് ആൻഡ് സാനിറ്റേഷൻ, ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ലൈവ്ലിഹുഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സപ്പോർട്ട്, ഈ 4 പാരാമീറ്ററുകളിലും തകർന്നു പോയ കുടുംബങ്ങളുടെ നിരവധി ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ സ്വാഭാവികമായും ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ വലിയ സൈബർ ക്യാപ്സ്യൂളുകൾ വരികയുണ്ടായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്. അത് MLAയുടെ പരാജയമാണ്. MLAയുടെ നാട്ടിലാണ് ഇതില്ലാത്തത്. ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്ന ഏത് ഇടതുപക്ഷ പ്രവർത്തകനുണ്ടെങ്കിലും അവരോട് ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിൽ ഞാൻ വന്ന് സർവേ ചെയ്യാം. ആ പഞ്ചായത്തിൽ ഈ മാനദണ്ഡങ്ങളിൽ പെടുന്ന കുടുംബങ്ങളില്ലെങ്കിൽ നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാം. ഇന്ന് കേരളം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും
ദുർബലമായ ഒരു ഓട്ടയടക്കലാണ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. കൺകെട്ട് വിധിയാണ് ചെയ്തിരിക്കുന്നത്. സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലാതാവുമോ? സാധാരണ നമ്മൾ കാണാറുണ്ട്, ഈ സോപ്പ് തേച്ചാൽ നിങ്ങളൊക്കെ വെളുക്കുമെന്ന് പറഞ്ഞിട്ട് സിനിമാ താരങ്ങൾ പരസ്യത്തിൽ വരും. എന്നിട്ട് ആ സോപ്പ് തേച്ച് വല്ലവരും വെളുക്കാറുണ്ടോ? ഇതുപോലെയാണ് ഇന്ന് കേരള സർക്കാർ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ പ്രഖ്യാപനം നടത്തി ഇവിടെ ദാരിദ്ര്യമില്ല എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ചുറ്റുമുള്ള ഈ വീടുകൾ മാധ്യമപ്രവർത്തകർ ജസ്റ്റ് ഒന്ന് കാണണം. പോളിസിയാണ് പ്രശ്നം. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി പഠിക്കുകയാണ്. സദ്ഗ്രാമം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റായി ഈ നിയോജക മണ്ഡലത്തിൽ MLA ഇനീഷ്യേറ്റീവായി ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയ പഠനം ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ കാര്യം, ഇവിടുത്തെ സാധാരണ കുടുംബങ്ങളിൽ SC കുടുംബങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും സങ്കടകരമായ പാത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പലർക്കും വീടില്ല. എന്താ കാര്യം? വീടിന് വേണ്ടി 6 ലക്ഷം കൊടുക്കും എന്ന് പറയും. ആദ്യം എന്ത് ചെയ്യണം? നിലവിലുള്ള വീട് വാസയോഗ്യമല്ല എന്ന് സർട്ടിഫൈ ചെയ്യണം. എന്നിട്ടത് പൊളിച്ചു മാറ്റണം. പൊളിച്ചു മാറ്റുന്ന വീടിന് നിർമ്മിക്കാൻ വേണ്ടി 6 ലക്ഷത്തിലെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കും. സാധാരണ കുടുംബം, ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ അവർ സ്വാഭാവികമായും ഈ 50,000 കൊണ്ട് തറ പോലും കെട്ടാൻ അവർക്ക് കഴിയില്ല. ആ തറയിൽ നിന്ന് ഷെഡിലേക്ക് മാറുകയാണ്. ഇപ്പം ഈ കാണുന്ന നമ്മുടെ ഈ പത്രസമ്മേളനത്തിൻ്റെ തൊട്ട് താഴെ 3 വീടുകൾ ഷെഡുകളാണ്. എത്ര വർഷമായി അവിടെ? എത്ര വർഷമായി? 5 വർഷമായി അവർ ഷെഡിൽ താമസിക്കുന്നു. ഏത് മാനദണ്ഡപ്രകാരമാണ് ഇവർക്ക് വീട് ലഭിച്ചത് എന്ന് സർക്കാർ പറയണം. ഇവർ ഇങ്ങനെ ഈ ഷെഡിനകത്ത് 5 വർഷമായി കഴിഞ്ഞിട്ടും അവരുടെ വീട്ടിലേക്ക് മാറ്റാൻ കഴിയാത്ത യാഥാർത്ഥ്യം. ഞാനിവിടെ കംപ്ലീറ്റ് ഡാറ്റകൾ വെച്ചാണ് സംസാരിക്കുന്നത്. ആ ഡാറ്റയുടെ ബേസിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും, ഇത് ഏറ്റവും വലിയ ശുദ്ധ നുണയാണ്, ശുദ്ധ അസംബന്ധമാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സദ്ഗ്രാമവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, വീട് എന്നീ മുഴുവൻ അവസ്ഥകളും വിലയിരുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്ത് ഞങ്ങൾ മെത്തഡോളജിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ സർവേക്ക് പ്രത്യേകമായ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി. വീട് തോറും ഡാറ്റ ശേഖരിച്ചു. ഫീൽഡ് വളണ്ടിയർമാർ വിവരങ്ങൾ പരിശോധിച്ചു. പരിശോധനാ സൂചികകൾ വിദ്യാഭ്യാസം, സാമ്പത്തികം, ആരോഗ്യം, തൊഴിൽ, ക്ഷേമനില എന്നിങ്ങനെ ക്രമപ്പെടുത്തി. ഇതെല്ലാം ഞങ്ങൾ ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ എനിക്ക് പറയാനുള്ളത്, 93.7% ആളുകളും BPLO AAY വിഭാഗത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇന്ന് AAY എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് കേരളം ഔട്ടാവാൻ പോവാണ്. ഇപ്പോൾ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി സംഭവിക്കുന്ന പ്രശ്നം, ഇനി AAY വഴി കേന്ദ്രം നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ കൂടി ഈ പാവപ്പെട്ടവർക്കില്ലാതെയാകും. ഈ അല്ല, മൊത്തം സദ്ഗ്രാമങ്ങളിലെ 93.7%വും പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ നമ്മൾ ഈ പറഞ്ഞ 2871 സദ്ഗ്രാമങ്ങളിലെ പഠന റിപ്പോർട്ടിലാണ്. രണ്ടാമത്തെ കാര്യം, 85% വീടുകൾ അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് 300 രൂപയിൽ താഴെയാണ്. 85% ആളുകളുടെ ശരാശരി വരുമാനം 300 രൂപയിൽ താഴെയാണ്. 10% ആളുകൾ 200 രൂപയിൽ താഴെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അതിദരിദ്രർ എന്ന് പറയുന്നതിൻ്റെ കാറ്റഗറിയിൽ ഗവൺമെൻറ് പറയുന്നത് 200 രൂപ ദിവസ വരുമാനത്തിൽ താഴെയുള്ളവരെല്ലാം അതിദരിദ്രരാണ്. ഞങ്ങളിപ്പോഴും പറയുന്നു, ഈ 10%, ഞങ്ങൾ സർവേ ചെയ്ത സ്ഥലങ്ങളിലെ 10% ആളുകൾ ഇപ്പോഴും ഈ ദാരിദ്ര്യ രേഖയിൽ 200 രൂപയിൽ താഴെ നിൽക്കും. നിങ്ങൾ നോക്ക്, നമ്മളെ ചുറ്റുപാട് നിങ്ങൾ കാണുന്നവരല്ലേ, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിങ്ങൾ നോക്ക്, എത്ര പാവങ്ങളായ മനുഷ്യരുണ്ട്, അതിലെത്ര അതിദരിദ്രരുണ്ടാവും. ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ വരുന്ന ഒരു പഞ്ചായത്തിലും ഒരു അതിദരിദ്രനെ നിങ്ങൾ കണ്ടുമുട്ടും, ഡെഫിനിറ്റാണ്. അതില്ലാതാക്കാതെ അത് നടന്നു എന്നല്ലല്ലോ പറയണ്ടേ. നടന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം, AAYന്റെ സഹായം കേന്ദ്രം ഇപ്പം നിർത്തലാക്കും. അല്ല, മന്ത്രി പറഞ്ഞാലും നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോടും ലോകത്തോടും ഇപ്പൊ ചൈന വരെ പ്രകീർത്തിച്ചു എന്നാ പറയുന്നത്. ചൈനയെ പോലും നടക്കാത്ത കാര്യമാണല്ലോ അത്, ശരിയാണ്. അപ്പൊ ചൈന വരെ അത്ഭുതപ്പെട്ടു പിണറായി വിജയന്റെ ഈ ഒരു സംഗതി കണ്ടിട്ട്. അപ്പോൾ ഏതായാലും രസകരമായ കാര്യം,
അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഡാറ്റ അല്ല ഉള്ളത്. ഇവിടെ അതിദരിദ്രരായിട്ടുള്ള 6 ലക്ഷം ആളുകൾ ഉണ്ട് എന്ന്, 5,90,000 ആളുകളുണ്ട് എന്ന് മന്ത്രിയാണ് ഒരു കൊല്ലം മുന്നേ ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുള്ള നിയമസഭയിൽ പറഞ്ഞത്. ആ 5,90,000 ആളുകൾ എങ്ങനെയാണ് ഒരു കൊല്ലം കൊണ്ട് 60,000 ആയിട്ട് ചുരുങ്ങിയത്? ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അല്ല, അത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഒരു സർവേ അതിനുവേണ്ടി നടത്തിയ, അതിന് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്ന ഒരു ടീമിനെ തയ്യാറാക്കിയിട്ടാണല്ലോ ഈ സർവേ പൂർത്തിയാക്കി അതിദരിദ്രരെ കണ്ടെത്തുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന്, അത് മരുന്നില്ലാത്തവർക്ക് മരുന്ന് കിട്ടാത്തവരാണ് മരുന്ന് കിട്ടാത്തത്, വീടില്ലാത്തവർക്ക് താമസിക്കാൻ കഴിയാത്തവരാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കല്, അത്തരം കാര്യങ്ങൾ ചെയ്ത് അതിന് ശേഷം ഉണ്ടാക്കിയതാണല്ലോ പിന്നെ ഈ അതിദാരിദ്ര്യ ഇല്ല അങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടല്ലേ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്? അല്ല, അതാണ് പ്രശ്നം. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിദരിദ്രരുടെ വീടുകൾ കാണൂലായിരുന്നു. ഇവിടെ ഈ 200 രൂപയിൽ താഴെ വരുമാനമുള്ളവരവിടെ കാണാൻ പാടില്ലായിരുന്നു. എത്രയോ വീടുകൾ 200 രൂപ പോലും ദിവസക്കൂലിക്ക് അല്ലെ ദിവസ വരുമാനമില്ലാത്തവർ ഈ ചുറ്റുപാടുമുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഇങ്ങനെ കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ഒരു ഗിമ്മിക്കായി ഗവൺമെൻറ് നടത്തിയത് കൊണ്ട്. ഇതിൽ ഗവൺമെൻറ്റിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു. ഇത് പൊളിറ്റിക്കലായ കക്ഷി മത്സരമല്ല. ഇതിൽ MLA ഭാഗത്ത് ഉണ്ടായ മുഴുവൻ നടപടികളുമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ വളരെ സൈലൻ്റായി എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും SCDO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ കണ്ടെത്തി ഇത് നിയമസഭയിൽ 3 സബ്മിഷനുകളിലൂടെ കൊണ്ടുവന്ന് ഇതിൽ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്ന് ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു MLAക്കും വ്യക്തിഗത ആനുകൂല്യം കൊടുക്കാൻ കഴിയില്ലല്ലോ. എന്നിട്ടും നമ്മൾ വ്യക്തിഗത ആനുകൂല്യം കൊടുക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ CSR ഫണ്ട് പൂൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഈ 1.5 വർഷത്തിനിടയിൽ ഞങ്ങൾ അച്ചീവ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കൃത്യമായ പഠനം ആദ്യം വേണം. ഒരു പഠനം നടന്നാൽ മാത്രമേ അതിന് പരിഹാരത്തെക്കുറിച്ച്, ഇതാണ് ഗവൺമെൻറ് ഞങ്ങൾ നടത്തിയ പോലെ ഒരു പഠനം ഗവൺമെൻറ് ഈ സ്റ്റേറ്റിൽ മുഴുവൻ നടത്തിയിരുന്നെങ്കിൽ, ഇതുപോലൊരു റിപ്പോർട്ട് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞതിൽ അർത്ഥമുണ്ട്. MLA എന്ന നിലയ്ക്ക് 100% ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുകയും ദളിത് കുടുംബങ്ങളുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് ഞാനെടുത്ത ഇനീഷ്യേറ്റീവിൻ്റെ ഫലമാണ് ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടും ഞങ്ങളിവിടെ അവസാനിപ്പിക്കല്ല. ഞങ്ങൾ ഈ റിപ്പോർട്ടിന് ശേഷം എന്തെല്ലാം ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്തു. ഞങ്ങൾ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ ഹെൽത്ത് ഇൻഡെക്സ് ഇത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കുറേ പ്രോജക്റ്റുകൾ ആലോചിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികളുടെ ഡ്രോപ്പ് ഔട്ട് വലിയൊരു പ്രശ്നമാണ്. ആ ഡ്രോപ്പ് ഔട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ തന്നെ ഞങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി. ആ സിസ്റ്റം എന്താണ്? ഈ സദ്ഗ്രാമങ്ങളിൽ തന്നെ പിന്നെ ഉള്ള അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളെയാണ് ഞങ്ങൾ ഫെലോസായിട്ട് നിയമിച്ചു. അവർ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചെയ്യുന്ന പോലെ ഒരു പ്രവൃത്തി ഈ അതിദാരിദ്ര്യമുക്ത കേരളമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഒരു പ്രോജക്റ്റ് ഇതുപോലെ ഈ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ NGO സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഈ കേരളത്തിലെ ഗവൺമെന്റിന് ചെയ്യാൻ കഴിഞ്ഞോ എന്ന വെല്ലുവിളിയാണ് ഞാൻ നടത്തുന്നത്. ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുതും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഒക്ടോബർ 24 മുതൽ 27 വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.